ആക്രമണത്തിൽ പങ്കെടുത്തവർ ആരൊക്കെയാണെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായതോടെ പ്രതികളെ പിടികൂടുക മാത്രമായിരുന്നു പോലീസിന് ചെയ്യാനുണ്ടായിരുന്നത്. അക്രമത്തെ അപലപിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി തീരുമാനിച്ചതിനു പിന്നാലെ അക്രമത്തിൽ പങ്കെടുത്തവർ പോലീസിന് കീഴടങ്ങണമെന്ന നിർദ്ദേശവും പോയി. ഇതേ തുടർന്ന് ഉച്ചയോടെ സ്റ്റുഡന്റ് സെന്റർ പരിസരത്തു നിന്നാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. നഗരസഭാ കൗൺസിലറും DYFI സംസ്ഥാന സമിതി അംഗവുമായ IP ബിനു, SFI ജില്ലാ സെക്രട്ടറി പ്രതിൻ സാജ് കൃഷ്ണ, CPM പ്രവർത്തകരായ ജെറിൻ, സുകേഷ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. 4 മണിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി. BJP ഓഫീസിൽ അതിക്രമിച്ച് കടന്ന് ആക്രമണം നടത്തിയതിനും പോലീസിനെ ആക്രമിച്ചതിനും 2 കേസുകളാണ് ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അറസ്റ്റിന് സമാന്തരമായി ഇവർക്കെതിരെയുള്ള സംഘടനാ നടപടിയും CPM പ്രഖ്യാപിച്ചു. ആ സംഭവം അപലപനീയമാണ്. അപ്പോൾ ഈ CCTV ക്യാമറയിൽ BJP ഓഫീസ് ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ചിലരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നിന്ന് മനസ്സിലാകുന്ന അവർ പാർട്ടി മെമ്പർമാരായിട്ടുള്ള ആളുകളെ പാർട്ടി ഇത് സസ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. തലസ്ഥാനത്ത് പാർട്ടി ഓഫീസുകൾക്കും നേതാക്കളുടെ വീടുകൾക്ക് നേരെ നടന്ന BJP RSS അക്രമം ആസൂത്രിതമാണെന്ന് CPM ആരോപിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.